വോയിസ് ഓഫ് ദ ചർച്ച് എന്ന ഈ ശാലോം പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊത്തുള്ള വിശിഷ്ടാതിഥി ഇടുക്കി രൂപതയുടെ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. 2018 മുതൽ ഇടുക്കി രൂപതയെ നയിക്കുന്ന അഭിവന്ദ്യ പിതാവിൻ്റെ സാമൂഹ്യ ദർശനങ്ങളും സഭാ ദർശനങ്ങളുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന വിശിഷ്ടമായ ഈ പ്രോഗ്രാമിലേക്ക് അഭിവന്ദ്യ പിതാവെ അങ്ങയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ദിനപത്രങ്ങളിൽ ശ്രദ്ധിച്ച ഒരു ചിത്രമുണ്ട്. അത് ഇടുക്കി രൂപതയുടെ ഇടയൻ മൂന്നാറിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു യുവാവിൻ്റെ വീട്ടിൽ അവരുടെ ദയനീയതയിൽ പങ്കുചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. പിതാവെ, അങ്ങ് ആ വീട്ടിൽ പോവുകയും അവരുടെ ദുഃഖത്തിൽ നേരിട്ട് പങ്കാളിയാവുകയും ചെയ്തയാളാണ്. സത്യത്തിൽ നമ്മൾ ഈ കാർഷിക പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നവുമാണല്ലോ കൃഷി ചെയ്യാൻ ഇന്ന് വന്യമൃഗങ്ങളും കർഷകരെ സമ്മതിക്കുന്നില്ല. പ്രത്യേകിച്ച് കൊക്കോ, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കാൻ കാത്തിരിക്കും, അത് മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശല്യങ്ങൾ, അണ്ണാനും കുരങ്ങും ഒക്കെ ആയിട്ട്. ഇനി അത് അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് കണ്ടാലും ജീവന് ഭീഷണിയാകുന്ന മൃഗങ്ങൾ ഒരുപക്ഷെ ഹൈറേഞ്ചിൻ്റെ ആദ്യകാല കുടിയേറ്റ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെയാണ് വളർന്നു വന്നത്. അന്നൊരു പക്ഷേ ഇത്രയും ഒന്നും ഈ മരണങ്ങൾ പോലും ഇല്ലായിരുന്നു എന്നാണ് ചരിത്രങ്ങളിലേക്ക് നോക്കി. ഇപ്പം ഓരോ ദിവസവും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ഹൈറേഞ്ചിൽ പോലും ഈ വന്യമൃഗ ശല്യം മനുഷ്യരുടെ ജീവനെടുക്കുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. പിതാവ് വളരെ വൈകാരികമായി ഈ വിഷയത്തെ കാണുന്ന ആളുമാണ്. കാരണം ഇത് പിതാവിൻ്റെ ജനങ്ങളാണ്. ഈ പിതാവിനോട് ഈ വിഷയത്തോടുള്ള പിതാവിൻ്റെ ഒരു സമീപനത്തെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് വന്യമൃഗ ശല്യമാണ്. ഇവിടെ എത്രയോ ആളുകൾ പള്ളികളിൽ നമ്മൾ ചെല്ലുമ്പോൾ സങ്കടപ്പെടാറുണ്ട്. ഞങ്ങൾ വെച്ച വാഴ, ഞങ്ങൾ വെച്ച ഏലച്ചെടി, ഞങ്ങൾ വെച്ച കപ്പ കാട്ടുപന്നി കൊണ്ടുപോയി, കുരങ്ങ് വന്ന് കീറിയിട്ടു, ആന വന്ന് ചവിട്ടിക്കളഞ്ഞു. ഒന്നും ഒരു വിള പോലും നട്ടു വളർത്താനാവാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മലയോര മേഖലകൾ മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു 50 വർഷം പിന്നിലേക്കുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് എനിക്കൊരു 77-78 മുതലുള്ള 78-ലാണ് ഞാൻ സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ആരും കാട്ടുമൃഗങ്ങളെ ഭയപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളന്ന് വളരെ കുറവായിരുന്നു. കാട്ടുമൃഗങ്ങൾ കാരണം കാട്ടുപന്നി എന്ന് പറയുന്ന ഒരു ജീവിയെ വളരെ അപൂർവമായിട്ടാണ് ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു ജീവി നമ്മൾ കണ്ടിട്ടില്ല. വല്ലപ്പോഴും വല്ല മുള്ളൻ പന്നിയോ ചില സ്ഥലങ്ങളിൽ വളരെ അപൂർവമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കുരങ്ങൊക്കെയാണ് വന്യജീവികളായിട്ട് ഉണ്ടായിരുന്നത്. അത് 1970, 80, 90 കാലഘട്ടങ്ങളിലാണ്. നമ്മൾ ഈ 2024 എത്തുമ്പോൾ ഈ ജീവികളെല്ലാം ഇവിടെ സുലഭമാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇവയുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവയ്ക്ക് തീറ്റ വേണം. ഇവയ്ക്ക് വനങ്ങളിൽ ആവശ്യത്തിന് എണ്ണം കൂടിക്കഴിയുമ്പോൾ വനങ്ങളിൽ ആവശ്യത്തിന് തീറ്റയില്ല. തന്നെയുമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് വനങ്ങളിലുള്ള തീറ്റയേക്കാൾ ഇവർക്ക് താല്പര്യം മനുഷ്യർ നട്ടു വളർത്തുന്ന തീറ്റകളാണ്. അതുകൊണ്ട് ഇവർ നാട്ടിലേക്ക് ഇറങ്ങും. ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ കുട്ടികളെ തന്നെ വിടാനായിട്ട് സായാഹ്നത്തിലും പ്രഭാതത്തിലും മാതാപിതാക്കൾക്ക് ഭയമാണ്. കാരണം എപ്പോഴാണ് പന്നി മുന്നേ ചാടുന്നതെന്ന് അറിയില്ല. രണ്ടാമത്, രാത്രിയിൽ കാലങ്ങളിൽ സഞ്ചരിക്കുവാൻ ബൈക്ക് യാത്രക്കാർക്കും സാധാരണക്കാരിപ്പോൾ രാത്രികളിൽ നടക്കാറില്ല. കാരണം ഭയമാണ്. ബൈക്ക് യാത്രയിലൊക്കെ പോകുമ്പോൾ ഭയമാണ്. കാരണം എപ്പോഴാണ് കാട്ടുപന്നിയുടെ മുന്നിൽ ചെന്ന് പെടുന്നത്. ഇതൊരു 10 വർഷം മുമ്പ് വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് പേടിച്ചിട്ട് നമുക്ക് നടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇപ്പോൾ മൂന്നാറിലെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ആ ഭവനത്തിൽ പോയി. സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവറുടെ ഭവനത്തിൽ പോയി.
അദ്ദേഹം തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നത്. അധികം ഒരു 500 അല്ലെങ്കിൽ 600 മീറ്ററൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാട്ടിലല്ല, തേയിലത്തോട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ലയത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ അദ്ദേഹം വരികയായിരുന്നാൽ ആ ലയത്തിൻ്റെ അടുത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു ഫാമിലിയിലെ ഭാര്യ, ഭർത്താവ്, മകള് ഇവരുമായിട്ട് വരുന്ന സന്ദർഭമാണ്. കാട്ടിലൊന്നുമല്ല. അപ്പോഴാണ് ഈ കാട്ടാന, ഈ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി വന്ന കാട്ടാന ഈ വഴി ബ്ലോക്ക് ചെയ്യുകയും ഈ ഓട്ടോ തകർക്കുകയും ഇദ്ദേഹം അവിടെ വീഴുകയും അദ്ദേഹത്തെ വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അത് എത്രയോ വേദനാജനകമായ അവസ്ഥയാണ്. ഇത് ഇടുക്കി മാത്രമല്ല, വളരെ രൂക്ഷമായ വന്യമൃഗ ആക്രമണമാണ്. പണ്ട് നമുക്കങ്ങനെ വന്യമൃഗങ്ങൾ കൊന്നു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ ഓരോ ദിവസവും അതാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾ എത്രയോ സ്ഥലത്താണ്. ഇത് എത്രയോ ഭീകരമായൊരവസ്ഥയാണ്. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കേണ്ടത്. ഇത് കേരളത്തിലെ മലയോര മേഖലയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം മലയോരത്തേക്ക് മാത്രമല്ല, ഇത് താഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ കൂടുതൽ ഉണരുന്നത്. അല്ലെങ്കിൽ മലയോരത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അവിടെ കാട് വെട്ടിയതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് കയറിയതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങി. ഇപ്പോഴാണ് സത്യത്തിൽ പൊതുജനം ഇതിനെക്കുറിച്ച് അവരവരെ തൊടാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ച് അവബോധത്തിലേക്ക് എത്തുന്നത്. ഇത് തീർച്ചയായും വളരെ സങ്കടകരമായ കാര്യമാണ്. എനിക്ക് വലിയ ആശങ്കയുണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ഭാവിയെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും. തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം ഏതെങ്കിലും തലത്തിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, പിതാവ് എത്ര വൈകാരികമായ ഭാവത്തിലാണ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം 1960-ലും 70-ലും ഒക്കെ ഇവിടെ മനുഷ്യർക്ക് സഞ്ചരിക്കണമെങ്കിൽ അന്ന് ആളുകൾ കൂട്ടം കൂട്ടമായിട്ടാണ് അന്ന് സഞ്ചരിക്കുന്നതാണ് കേൾക്കുന്നത്. കാരണം അന്ന് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുന്ന കാട്ടാനകൾ അവരെ പേടിച്ചാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ പള്ളികളിൽ കുട്ടികൾ ഒറ്റയ്ക്ക് പോകാറില്ല. ഇതൊക്കെ 1960-ലും 70-ലെയും ചരിത്രമാണെങ്കിൽ ഇന്ന് വർഷം 60-65 വർഷം പിന്നിട്ടിട്ട് 2024-ൽ എത്തുമ്പോൾ വീണ്ടും നമ്മൾ അതിനേക്കാൾ ഭീതിയുടെ തലത്തിലേക്ക് നമ്മുടെ ആളുകൾ, ഇപ്പോഴും സ്കൂളിൽ പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത ധാരാളം, ഒരു രാത്രി സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്ത കടകൾ നേരത്തെ അടയ്ക്കുന്നു പല സ്ഥലങ്ങളിലും. പിതാവ്, ഇതിന് നമുക്ക് ഒരു പരിഹാര മാർഗം പിതാവിൻ്റെ മനസ്സിലുള്ള എന്തായിരിക്കും ഒരു നിർദ്ദേശിക്കപ്പെടാനുള്ള? ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. കാർഷിക വൃത്തി തകരാറിലാവുന്നു, മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്നു. 2, നമ്മുടെ കുട്ടികൾക്ക് പോലും ഭയം കൂടാതെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ആളുകൾ ഒഴിഞ്ഞു പോകുന്നു ഇവിടുന്ന്. ഇതൊക്കെ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകണമല്ലോ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇത് കുറച്ച് ചർച്ചകൾ കൊണ്ടോ കുറച്ച് തീരുമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും പരിഹരിക്കപ്പെടുന്നൊരു കാര്യമല്ല. ഇന്നത്തെ പത്രത്തിലുണ്ട് പല നടപടികളിലേക്ക് പോകുന്നു, അപ്രകാരം ചെയ്യുന്നു, ഇപ്രകാരം ചെയ്യുന്നു എന്നെല്ലാം കുറേ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥം ഇതൊന്നും പ്രായോഗിക തലത്തിലേക്ക് വരില്ല എന്നും വിജയിക്കില്ല എന്നും നല്ല ബോധ്യവും നമുക്കുണ്ട്. ഉദാഹരണമായിട്ട് ഈ മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്താനായിട്ടുള്ള എത്രയോ പദ്ധതികളാണുള്ളത്. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മൃഗം കാട്ടിൽ നിൽക്കാത്തത്? അതുപോലെ തന്നെ വനം വകുപ്പ് എത്രയോ ആളുകളാണ് അത് ജോലി ചെയ്യുന്നത്, എത്രയോ കോടികളാണ് ഓരോ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ മൃഗങ്ങളെ കാട്ടിൽ നിലനിർത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല? യഥാർത്ഥത്തിൽ ഇത് വലിയ അപകടകരമായ കാര്യമാണ്. ഇവിടെ നമുക്ക് ഉണ്ടാകേണ്ട മനസ്ഥിതി, ആർക്കാണ് നമ്മൾ മൂല്യം കൊടുക്കേണ്ടത്? മനുഷ്യനാണോ കൊടുക്കേണ്ടത്? കാട്ടുമൃഗത്തിനാണോ കൊടുക്കേണ്ടത്? അതോ മനുഷ്യനും കാട്ടുമൃഗത്തിനും തുല്യ മഹത്വമാണോ കൊടുക്കേണ്ടത്? അതോ കാട്ടുമൃഗങ്ങൾക്ക് കൂടുതൽ മഹത്വമാണോ കൊടുക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഇവിടെ നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വനം സംരക്ഷിക്കണം, മൃഗങ്ങളെ സംരക്ഷിക്കണം, ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണം. പക്ഷേ മൃഗങ്ങൾ അധിവസിക്കേണ്ടത് കാട്ടിലാണ്. അവയുടെ എണ്ണം വല്ലാതെ ക്രമാതീതമായിട്ട് പെരുകുമ്പോൾ അവ എവിടെ നിന്ന് അത് ഭക്ഷിക്കും? നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാട്ടുമൃഗങ്ങളെയാണ് ഓർക്കണം. പക്ഷേ കാട്ടുമൃഗങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ മനുഷ്യർക്കുള്ള എല്ലാ അവകാശങ്ങളും മൃഗങ്ങൾക്ക് കൊടുത്താൽ നമുക്ക് മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. മൃഗങ്ങളെ മൃഗങ്ങളായിട്ട് പരിഗണിച്ച് വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. അതുകൊണ്ട് ഇവിടെയുള്ള നിയമങ്ങളിലാണ് മാറ്റം വരേണ്ടത്. ആ നിയമങ്ങളിൽ മാറ്റം വരാതെ ഈ താൽക്കാലിക സംവിധാനം, നിരീക്ഷണം
എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് വരികയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നിർബന്ധിക്കപ്പെടും. ഒഴിഞ്ഞു പോകുന്നവരാരാണ്? എന്തെങ്കിലും സാധ്യതയുള്ള ആളുകളാണ് ഒഴിഞ്ഞു പോകുന്നവർ. സാധ്യതയുള്ള അല്ലാത്ത ആളുകൾ എങ്ങോട്ട് പോകും? രണ്ടാമത്, ഈ ഒഴിഞ്ഞു പോകുന്ന ആളുകൾ എങ്ങോട്ടാണ് ചെല്ലേണ്ടത്? അവർ കുറച്ചുകൂടെ പട്ടണ സ്വഭാവമുള്ള സ്ഥലങ്ങളിലേക്കാണ് അവർ ചെല്ലേണ്ടത്. പട്ടണ സ്വഭാവമുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ജീവിക്കണ്ടേ? ഇത്രയും വർഷങ്ങൾ ഇവിടെ കഠിനാധ്വാനം ചെയ്ത് ഇവിടെ മണ്ണിൽ പൊന്നു വിളയിച്ച് കൃഷിയിടങ്ങൾ കെട്ടിപ്പൊക്കി ജീവിതം നടക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കൃത്യമായ നിയമങ്ങളുണ്ടാക്കി നിയമപരിഷ്കരണം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ എണ്ണം കുറയുകയുള്ളൂ, ഇവിടെ ആക്രമണം കുറയുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു തരത്തിൽ വളരെ റാഡിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ ബന്ധപ്പെട്ടവർ എടുക്കണമെന്നാണ് എനിക്ക് വളരെ ശക്തമായിട്ട് പറയാനായിട്ട്. ഞാൻ പിതാവിനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് പിതാവ് ഇത് അവസാനിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു കുടിയേറ്റം ഹൈറേഞ്ചിൽ ഒരു കാലഘട്ടത്തിൽ വളരെ ദ്രുതഗതിയിൽ നടന്നു, അങ്ങനെ ഒരു ജനത രൂപപ്പെട്ടു. പക്ഷെ ഇന്ന് ഇത് കുടിയിറക്കത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് സമ്മർദ്ദത്തിലാവുന്നു. എനിക്ക് തോന്നുന്നു ധാരാളം വീടുകൾ അവരുടെ കൃഷിയിടവും പുരയിടവും ഒക്കെ വിട്ടിട്ട് അവർ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിതരായി. ഒന്ന്, ഇവിടുത്തെ പല അസൗകര്യങ്ങളും അവരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് നാട്ടിലേക്ക് പോവാൻ, വാഹന യാത്ര, അങ്ങനത്തെ അസൗകര്യങ്ങളൊക്കെ. അക്കൂട്ടത്തിൽ ഈ വന്യമൃഗ ശല്യം കൂടി ആയപ്പോൾ അവർ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനമെടുക്കുകയാണ്. ഇത് സാരമായിട്ട് നമ്മുടെ അതൊരു സഭയിലെ ആളുകൾ കുറയുന്നു എന്ന ഒരു തലത്തിൽ അല്ലല്ലോ പിതാവേ നമ്മളതിനെ കാണുന്നത്. ഇത് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ, ഇത് പോകേണ്ട സമയത്താണ് ചിലപ്പോൾ ചില ആളുകൾ പോകുന്നത്, പലതും ഇട്ടെറിഞ്ഞിട്ട് പോകുന്നു, അതവിടെ കിടന്ന് കാട് പിടിക്കുന്നു. അങ്ങോട്ടേക്ക് ഈ കുരങ്ങും കാട്ടുപന്നിയും ഒക്കെ അതിൻ്റെ വാസസ്ഥലമാക്കുന്നു. അത് പിന്നീട് തൊട്ടടുത്തുള്ള കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാണ്ട് വരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ, ഈ കുടിയിറക്കം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ആഴത്തിലുള്ളതാണല്ലോ. ഇത് പിതാവ് ഇതിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? യഥാർത്ഥത്തിൽ ഞാനിതിനെ വീക്ഷിക്കുന്നത് ഒരിക്കലും നമ്മുടെ രൂപതയിൽ ആൾ കുറയുന്നു എന്നുള്ള ഒരു തലത്തിൽ ഞാനിതിനെ കാണുന്നില്ല. ഇത് സംഭവിക്കാൻ പല കാരണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ അടുത്ത ഇടയ്ക്കാണ്, പ്രത്യേകിച്ച് 2018 പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ശേഷമാണ് ഇവിടെ നിന്ന് ആളുകൾ കൂടുതൽ വീട് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സ്ഥലം ഇവിടെ ഇട്ടിട്ട് നാട്ടിലേക്ക് 10-15 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങി പോകുന്നത് ഈ 2018 ശേഷമാണ്. കാരണം 2018 മഴക്കാലം, പ്രളയകാലം എന്ന് പറയുന്നത് ഭീതിയോടുകൂടിയാണ് മനുഷ്യനതിനെ അതിജീവിച്ചത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം പ്രയാസമുണ്ടായി. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നോക്കി നിൽക്കുന്ന സമയത്താണ് ഉരുൾപൊട്ടി വന്ന് ആളുകൾ മരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം നശിച്ചു പോകുന്നു. മറ്റ് സംവിധാനങ്ങൾ നശിച്ചു പോയെന്നതിലുപരി സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ഫീലിംഗ് ആളുകൾക്കുണ്ടായി. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി സുരക്ഷിതമായൊരു സ്ഥലത്തെത്തണമെന്നുള്ള രീതിയിൽ ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായ ആളുകൾ അവരുടെ ഉദ്യോഗ കാലാവധി കഴിയുമ്പോൾ നാട്ടിൻ പ്രദേശത്തേക്ക് പോകുന്നുണ്ട്. അത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടി പോകുന്ന ഒരു യാത്ര, പ്രത്യേകിച്ച് ആശുപത്രി സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ. അതുപോലെ തന്നെ മക്കളൊക്കെ വിദേശത്തായി കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കളെ ശ്രദ്ധിക്കാനായിട്ട് കഴിയണമെങ്കിൽ ആശുപത്രിയൊക്കെ അടുത്ത് വേണം, യാത്രാ സൗകര്യം വേണം. അപ്പോൾ അങ്ങനെ സംവിധാനങ്ങൾ തേടി പോകുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടെ ഭൂമി വിൽപ്പന നടക്കുകയാണ്. കാരണം ഒരുപാട് വന്യമൃഗങ്ങൾ ഒരു വശത്ത്, അതുപോലെ തന്നെ നിയമങ്ങൾ, പല നിയമക്കുരുക്കുകളാണ്. നിർമ്മാണ നിരോധനം, അതുപോലെ തന്നെ ഭൂമിയുടെ ക്രയവിക്രയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പട്ടയമില്ലായ്മയുടെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളാണ്. തന്നെയുമല്ല, ചെറുപ്പക്കാർ, ഞാൻ ശാലോമിൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ്, ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് മാന്യമായ കല്യാണം നടക്കണമെങ്കിൽ അവരുടെ അഡ്രസ്സ് ഈ പ്രദേശത്ത് മാറ്റി ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോഴാണ് അവരുടെ അഡ്രസ്സ്, അവർക്ക് ഒരു മാന്യമായ കല്യാണം നടക്കുന്നത്. അങ്ങനെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഇവിടുത്തെ വീടും സ്ഥലം വിട്ട് നാട്ടിൽ പോയി വീട് വാടകയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ സ്ഥലം മേടിച്ചു ചെറിയ വീട് വെക്കുന്ന പോലെ ആൾക്കാരുണ്ട്. അത്രമാത്രം ദുസ്സഹമായിട്ട് ഹൈറേഞ്ചിലെ ജീവിതം മാറുകയാണ്. ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. കാരണം ഒന്ന്, കാർഷിക മേഖലയുടെ തളർച്ച. രണ്ട്, ഇത്രയധികം ആളുകൾ അവരധ്വാനിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗത്തിനാണ്. ബാക്കിയുള്ള വലിയ വിഭാഗം എങ്ങനെ അതിജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? അവർ മനുഷ്യരല്ലേ, അവരുടെ ഒരു മനുഷ്യത്വത്തിനെങ്കിലും നമ്മൾ വില കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ഈ കാട്ടുമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കണം,
ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പ്രതിരോധിക്കാനുള്ള ശക്തമായ നിയമ സംവിധാനങ്ങൾ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. ആ ശക്തമായ നിയമ സംവിധാനങ്ങൾ വേണം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ മനുഷ്യരെ ജീവിതം ദുസ്സഹമാക്കുന്ന ഈ നിയമക്കുരുക്കുകൾ അത് നിയമം വഴി അത് ഒഴിവാക്കിയെടുക്കും. പ്രിയമുള്ളവരെ, പിതാവ് പറയുന്ന സമയത്ത് ഈ ഹൈറേഞ്ചിലെ ആളുകൾ അനുഭവിക്കുന്ന ചില യാതനകൾ ഹൃദയത്തിലേറ്റെടുത്താണ് പിതാവ് നമ്മളോട് സംസാരിക്കുന്നത്. പിതാവ് ഇതിനിടയിൽ സംസാര മധ്യത്തിൽ പറഞ്ഞ 2 വാക്കുകളുണ്ട്: നിർമ്മാണ നിരോധനവും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതയില്ലായ്മയും. എനിക്ക് തോന്നുന്നു പിതാവെ, ഈ ഹൈറേഞ്ചിലെ ആദ്യകാലങ്ങളിലൊക്കെ ഒരു വീട് വയ്ക്കാൻ നാട്ടിൻ പ്രദേശത്തേക്കാൾ വളരെ എളുപ്പമായിരുന്നു. കാരണം ഇവിടെ കല്ല് കിട്ടുമായിരുന്നു, പാറ പൊട്ടിക്കാം, പാറ പൊട്ടിച്ച് കരിങ്കല്ല് കിട്ടും. ഇവിടുത്തെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഇവിടെ തടിയുണ്ട്, അത് കാട്ടിലെ തടിയൊന്നുമല്ല, നമ്മുടെയൊക്കെ കൃഷിയിടങ്ങളിലെ തടിയുണ്ട്. താരതമ്യേന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടുകൾ വയ്ക്കാമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇവിടെ നമുക്കൊരു അടിസ്ഥാനപരമായ സാധനങ്ങൾ കിട്ടണമെങ്കിൽ പോലും ഒരുപക്ഷെ 60-70 കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് ഈ സാധനങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിവിശേഷമുള്ളത്. ഇത് ഇവിടെ വീട് വയ്ക്കാനുള്ള ആളുകളുടെ ഒരു താല്പര്യം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒപ്പം തന്നെ പിതാവ് നേരത്തെ സൂചിപ്പിച്ച നിർമ്മാണ നിരോധനങ്ങൾ പലതിൻ്റെയും പേരിൽ ബഫർ സോണായിട്ടും മറ്റു പല റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ എക്കോളജിയെ ബാധിക്കും എന്ന രീതിയിലൊക്കെ നിർമ്മാണ നിരോധനങ്ങൾ, ഇതൊക്കെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കിയതിൻ്റെ പേരിൽ കൂടിയല്ലേ ആളുകൾ രക്ഷപ്പെടാനുള്ള ഒരു താല്പര്യം ഇത്രയും കാര്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്? അത് വളരെ ശരിയാണ്. അതായത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ചിന്ത എല്ലാ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രായമായവരിലേക്ക് എത്തിയിട്ടുണ്ട്, മധ്യവയസ്കരിലേക്ക് എത്തിയിട്ടുണ്ട്, ചെറുപ്പക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവ്, കാരണം ഇവിടെയുള്ള പാറമടകളെല്ലാം തന്നെ സ്റ്റേ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തൊടുപുഴയിൽ നിന്നോ അല്ലെങ്കിൽ കോതമംഗലത്തു നിന്നോ കിലോമീറ്ററുകൾ വണ്ടി ഓടി ഇവിടെ എത്തണം. അങ്ങനെ വണ്ടി ഓടി എത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി അതിൻ്റെ ചിലവ്. അതുകൊണ്ട് ഇവിടുത്തെ നിർമ്മാണ ചിലവ് വളരെ കൂടുതലാണ്. വീടൊക്കെ വയ്ക്കണമെങ്കിൽ വളരെ ചിലവ് കൂടുതലാണ്. അതിന് പുറമെയാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കുന്ന കാര്യത്തിലുള്ള ഈ വിലക്ക്. ഒരു പരിഷ്കൃത സമൂഹം ജീവിക്കേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചില്ല എങ്കിൽ ജനങ്ങളിവിടെ നിന്ന് സ്വാഭാവികമായിട്ടും അവർ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. ഞാൻ സംശയിക്കുന്നത് ഇവിടെ കയറിയ ആളുകളെ ഇവിടെ നിന്ന് കുടിയിറക്കാനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഈ ചില പരിസ്ഥിതി സംഘടനകളൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണ് പരിസ്ഥിതി സ്നേഹം? യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ആരാണ്? കർഷകരാണ്. ഇടുക്കി വന്ന് നോക്ക്, ഇവിടെ നമ്മൾ മണ്ണ് കളയുന്നില്ല, കൃഷിയുണ്ട്. ഇതിൻ്റെ ഈ ഹരിത മേലാപ്പ് വളരെ കാര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവിടുത്തെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവിധ ജനങ്ങളും. പക്ഷെ നാട്ടിൽ എവിടെയെങ്കിലും വല്ല വയൽ നികത്തി ഉണ്ടാക്കിയ AC ഹോട്ടലിലിരുന്ന് പരിസ്ഥിതി സ്നേഹത്തെക്കുറിച്ച് 4 വരി എഴുതുകയും ഒരു കേസ് കൊടുക്കുകയും പിന്നെ അങ്ങനെ എനിക്കറിയില്ല അങ്ങനെയുള്ള സംഘടനകൾക്ക് വല്ല വേറെ ഫണ്ടൊക്കെ ലഭിക്കുന്നുണ്ടോയെന്ന്. അങ്ങനെയൊക്കെ ഈ നമ്മുടെ ആളുകളെ അങ്ങ് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യത്തിൽ ഇത് വളരെ ഒരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ആളുകളുടെ സ്വത്തിനും അവരുടെ ജീവനും സുരക്ഷിതത്വം കൊടുക്കാത്തത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ്. അത് ആളുകൾ അതുകൊണ്ട് കുറേ പേര് സ്വാഭാവികമായിട്ട് സാധിക്കുന്ന ആളുകൾ ഇവിടെ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് എനിക്ക് ഭാവിയെക്കുറിച്ച് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുണ്ട്. പക്ഷേ ഈ ജനങ്ങൾ എത്ര കാലം ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ തുടരും, അതൊരു വലിയ ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, പിതാവ് ഹൈറേഞ്ചിൻ്റെ പുത്രൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ചിലെ മനുഷ്യരോട് പിതാവിന് ഹൃദയത്തിൽ വലിയ അടുപ്പവുമുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈറേഞ്ചിലെ ആളുകൾ ഈ കുറേ കാലങ്ങളായിട്ട് കുറ്റം വിധിക്കപ്പെടുന്നത് കയ്യേറ്റക്കാർ എന്നുള്ള ഒരു നാമധേയത്തിലാണ്. സത്യത്തിൽ പിതാവ് തുടക്കത്തിൽ ഹൈറേഞ്ചിലെ കുടിയേറ്റത്തിൻ്റെ ചരിത്രം പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരവും മറ്റും കുടിയേറിയതാണ്. ഒരുപക്ഷെ കേരള സമൂഹത്തിൻ്റെ ആഹാര കാര്യങ്ങളെ
വളരെ കാര്യമായിട്ട് ആ മേഖലയിൽ സംഭാവന ചെയ്തത് ഹൈറേഞ്ചിലെ പാവപ്പെട്ട കുടിയേറ്റ കർഷകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. പക്ഷെ ഇന്ന് അവരെ കുടിയേറ്റക്കാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ പോലും തെരുവോരങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരുമ്പോൾ പിതാവിന് വേദനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഇത് കുടിയേറ്റക്കാർ എന്നല്ല, കയ്യേറ്റക്കാർ എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് വളരെ തെറ്റായ പ്രവണതയാണ്. ഈ ഹൈറേഞ്ചിലെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചാണ് ആളുകൾക്ക് ഭൂമി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അത് ഇവിടുത്തെ ജനസംഖ്യയുടെ പ്രൊപ്പോർഷൻ നിലനിർത്തുവാനായിട്ട്, അതുപോലെ തന്നെ ഫുഡ്, അന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ, അങ്ങനെയൊക്കെ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് വിട്ട കാലഘട്ടത്തിലാണ് ഒരു നല്ല ശതമാനം ആളുകൾ ഈ ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. ഈ യഥാർത്ഥത്തിൽ ഇത് ഒരു എന്താ പറയുന്നത്, അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു 10-15 വർഷമായിട്ടുണ്ടായ സംഘടിതമായ ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമാണ് കുടിയേറ്റക്കാരായ ഈ കർഷകരെ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് നിയമമുണ്ടല്ലോ, 1977 മുമ്പ് കുടിയേറിയ ആളുകൾക്കെല്ലാം പട്ടയം കൊടുക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. ഇവിടെ ഞങ്ങളും ബാധിക്കുന്നതാണ്. 77 മുമ്പ് ഇവിടെ ഭൂമിയിൽ കയറിയവരെ ഒക്കെ പട്ടയം കൊടുക്കണം. പക്ഷെ ഇന്ന് പല സ്ഥലങ്ങളിലും പല ഒഴിവൊഴികളും നൂലാമാലകളും പറഞ്ഞ് പട്ടയം കൊടുക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ലഭ്യമായ പട്ടയത്തിന് ഒരുപാട് കുടുക്കുകളാണ്. ഇത് തീർച്ചയായിട്ടും മനുഷ്യരെ അപമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ കയ്യേറ്റക്കാർ എന്ന് ആക്ഷേപിക്കുന്നത്. അത് തെറ്റാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നമ്മൾ പ്രേക്ഷകർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പട്ടയം ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രതിസന്ധിയാണ്. ഉദാഹരണത്തിന്, ഇവിടെയുള്ള ജനങ്ങളിൽ പലരും കുട്ടികളെ പഠിപ്പിക്കുന്നത്, മക്കളെ വിവാഹം ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൃഷിക്ക് പണം മുടക്കുന്നത്, ഇതൊക്കെ ഈ പട്ടയം വെച്ച് ലോൺ എടുത്ത് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഒരുപക്ഷെ കേരളത്തിൽ പലയിടത്തും അങ്ങനത്തെ സമ്പ്രദായം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം ഒരുപക്ഷെ ഇവിടുത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളൊക്കെ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ആദ്യം രൂപപ്പെട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഇന്നിപ്പോൾ പിതാവ് സൂചിപ്പിച്ചതുപോലെ ജീവിക്കുന്ന സ്ഥലത്തിന് പട്ടയമില്ലാതെ മനുഷ്യർ ആ പറമ്പിൽ ആ പറമ്പിൽ നിന്ന് ഏത് സമയവും ഇറക്കപ്പെടാം. കാരണം സ്വന്തമായ പറമ്പല്ല, കൈവശാവകാശ രേഖ മാത്രമേ ഉള്ളൂ. 2, ഇതുകൊണ്ട് ഒരു ക്രയവിക്രയമോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണിനോ പോലും ഇതുകൊണ്ട് സാധിക്കാതെ വരുമ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. സത്യത്തിൽ പിതാവേ, ഇത് ഇവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാനപരമായ ഈ ഒരു ആവശ്യത്തെ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളും ഒക്കെ കുറച്ചുകൂടി അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതല്ലേ? അവർക്കിത് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ ഈ പട്ടയപ്രശ്നം? പട്ടയപ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരുകൾ പരാജയമാണ് എന്നൊരു അഭിപ്രായം എനിക്ക് ഇല്ല. കാരണം അടുത്ത കാലഘട്ടങ്ങളിൽ കുറേ പട്ടയമേളകൾ വഴി കുറേ ആളുകൾക്ക് പട്ടയം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും പട്ടയം കിട്ടാത്ത ആൾക്കാരുണ്ട്. അതെല്ലാം ഓരോ നിയമക്കുരുക്കിൻ്റെ നിയമക്കുരുക്കിൻ്റെ പേര് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ പട്ടയം നിഷേധിക്കുന്നത്. ആ നിയമക്കുരുക്കുകളിൽ നിന്ന് അതിനെ മോചിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പല പ്രദേശങ്ങളിലും അതൊക്കെ ചിലപ്പോൾ 10, 60, 65 വർഷമായിട്ട് ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവർക്ക് പട്ടയം ലഭിക്കുന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം UDF സർക്കാരും LDF സർക്കാരും കുറേയധികം ആളുകൾക്ക് പട്ടയം കൊടുത്തിട്ടുള്ള അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇനിയും കൊടുക്കാത്തവർക്ക് അത് കൊടുക്കണം. പലപ്പോഴും സാങ്കേതികത്വം പറഞ്ഞാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടയമില്ലെങ്കിൽ ഭൂമിക്ക് എന്താണ് വാല്യൂ ഉള്ളത്? പട്ടയമില്ലാത്ത ഒരു ഭൂമിയിൽ അധിവസിക്കുന്ന ഒരു വ്യക്തി ഒരാവശ്യം വരുമ്പോൾ എങ്ങനെ ആ ഭൂമി ക്രയവിക്രയം ചെയ്ത് ബാങ്കിൽ ലോൺ എടുത്ത് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? ഇന്ന് കുട്ടികളെ പഠിച്ചൊക്കെ പോകുന്ന എല്ലാ ഫാമിലിയും, പ്രത്യേകിച്ച് കാർഷിക മേഖല എല്ലാ ഫാമിലിയിലും ഭീമമായ തുക ബാങ്ക് ലോൺ എടുത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരും. ഇത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ഇച്ഛാശക്തി കാണിക്കണം. ഇതിലുണ്ടായിട്ടുള്ള നിയമ കുരുക്കുകൾ അതിനെ അതിജീവിക്കാനുള്ള രീതിയിൽ കോടതിയില്ലെങ്കിൽ കോടതി, അല്ലെങ്കിൽ പുതിയ നിയമം നിർമ്മിക്കണം. അങ്ങനെ ഗൗരവമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനായിട്ട്. നമ്മൾ ഇത്രയും സമയം നമ്മുടെ ഈ ഭൂപ്രദേശത്തെ മനുഷ്യരുടെ
ജീവിത പ്രതിസന്ധികളെക്കുറിച്ചാണ് പിതാവിൻ്റെ ഹൃദയം തുറന്നതിൽ പിതാവിൻ്റെ നൊമ്പരങ്ങളും പിതാവിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെയാണ് പങ്കുവച്ചത്. അഭിവന്ദ്യ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിലൂടെ വളരെ സരളമായ രീതിയിൽ സഭയുടെ സ്വരം നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ സഭയുടെ സ്വരം എന്താണെന്ന് പിതാവ് നമ്മളോട് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. ഈ ചിന്തകൾ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പിതാവിൻ്റെ ഹൃദയം തുറന്ന ചിന്തകൾ നമ്മൾ ശ്രവിക്കും. അതുവരെ എല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി.